നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആയിരുന്ന ഇംഗ്ലീഷ് ചെസ് മാസ്റ്റർ ഹോവാർഡ് സ്റ്റോണ്ടൻ്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1840-ലാണ്. ഈ ഗെയിമിൽ അദ്ദേഹം വൈറ്റ് സൈഡാണ് കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളി ആരായിരുന്നു എന്ന് വ്യക്തമല്ല. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് F4 മൂവ് കൊണ്ട് കിങ്സ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് H4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് G5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് G4ലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കുകയാണ് ബ്ലാക്കിൻ്റെ പ്രധാന ഉദ്ദേശം. എന്നാൽ അത് ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് വൈറ്റ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് മുസ്ലിം ഗാംബിറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ ബിഷപ്പിനെയും നൈറ്റിനെയും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഡബിൾ മുസ്ലിം ഗാംബിറ്റിലേക്ക് പോകാനോ ആണ് വൈറ്റിൻ്റെ തീരുമാനം. ഈ രണ്ട് വേരിയേഷനിലും നമ്മൾ കുറേ ഗെയിമുകൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ വൈറ്റിന് ഒരു ഗാംബിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. ആദ്യം ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് കിങ്സ് ഗാംബിറ്റിൻ്റെ ട്രഡീഷണൽ വേരിയേഷനാണ്. ഇവിടെ ഇപ്പോൾ D4 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതാണ് വൈറ്റിൻ്റെ മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ D4 മൂവ് ചെയ്യുന്നില്ല. H4 മൂവ് ചെയ്തുകൊണ്ട് G5ലെ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് പോണിട്ടാണെങ്കിൽ F4ലെ പോണിന് സപ്പോർട്ട് ഇല്ലാതാവും. ആ സമയത്ത് വൈറ്റിന് D4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ഡിസ്കവറേറ്റ് കൊടുക്കാം. അതുപോലെ H4ലെ പോണിനെതിരെ 2 പൊസിഷനുകൾ വെച്ച് അറ്റാക്കും വരും. അല്ലാതെ G4 മൂവ് കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ആ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് F7 സ്കോറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാനോ അല്ലെങ്കിൽ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം H6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്കാണ്. അതുകൊണ്ട് വൈറ്റ് റൂക്ക് വെച്ച് റൂക്കിനെ വിട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടുന്നു. അതിനുശേഷം വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്കും D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനും നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം C6 മൂവ് ചെയ്തുകൊണ്ട് D6ലേക്കും B5ലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇതോടെ സ്റ്റോണ്ടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7 സ്കോറിലേക്ക് ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇത് എതിരാളിയെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു മൂവായിരുന്നു. കാരണം ഇപ്പോൾ F7 സ്കോറിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഇതൊരു പീസ് എക്സ്ചേഞ്ച് ഓഫറാണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിൻ്റെ എടുത്തുകൊണ്ട് ആ പീസുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. പോരാത്തതിന് ഇതൊരു നൈറ്റ് സാക്രിഫൈസും ആണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ പോൺ വെച്ച് പോണിട്ടിക്കൊണ്ട് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇനി എന്തിനു വേണ്ടിയാണ് വൈറ്റ് ഇവിടെ ഉണ്ടാകുന്ന നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തെന്ന് നോക്കാം. ഇവിടുത്തെ പ്രധാന ഉദ്ദേശം ഈ ബ്ലോക്കായിരുന്ന ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുക എന്നതായിരുന്നു. അത് സക്സസ് ആയതോടെ വൈറ്റ് ക്വീന് വെച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇതൊരു ചെക്ക്മേറ്റ് ഫിഷനെയാണ്. അതിനോടൊപ്പം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. എന്നാൽ ബ്ലാക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരിയിരിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ F7ലെ പോണിനും ബിഷപ്പിനും ഒരുമിച്ച് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ വൈറ്റ് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. D4ലെ പോണ് വെച്ച് E5ലെ പോണിട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ എന്തായാലും ബ്ലാക്കിന് ഇപ്പോൾ ക്വീൻ വെച്ച് തിരിച്ചിട്ടാൻ പറ്റില്ല. അങ്ങനെ പറ്റുകയാണെങ്കിൽ F7ലെ പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുകയും ക്വീൻ വെച്ച് ആ പോണിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് നേരത്തെ സംരക്ഷിച്ചിരുന്ന ആ 2 സ്കോറുകളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ക്വീനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. E6 മൂവ് ചെയ്തുകൊണ്ട് F7ലെ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ F7ലെ പോൺ ക്വീൻ്റെ പിന്നിങ്ങിലായത് കാരണം പോൺ വെച്ച് പോണിട്ടെടുക്കാൻ പറ്റില്ല. ബിഷപ്പ് വെച്ച് ആ പോണിനെ വെട്ടിമാറ്റാനും പറ്റില്ല. അങ്ങനെ വെട്ടിമാറ്റണമെങ്കിൽ വൈറ്റിനെ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുക്കാം. അപ്പോഴും F7ലെ പോൺ പിന്നിങ്ങിലാതെ കാരണം
പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം ആ നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റ് നേരത്തെ സാക്രിഫൈസ് ചെയ്ത നൈറ്റിന് പകരം ഒരു പീസിനെയോ വേറൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ അത് ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. ഒരു എക്സ്ട്രാ പീസിൻ്റെ ആനുകൂല്യം എപ്പോഴും ബ്ലാക്കിന് ഈ ഗെയിമിലുണ്ടാവും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇനി എപ്പോഴായാലും വൈറ്റിനെ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരേ ഒരു മൂവ് മാത്രം മതി. ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചുണ്ടാവും ബ്ലാക്ക് ഇവിടെ മൂവ് ചെയ്യുന്നത്. കിങ്ങിനെ F8 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ പോൺ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുപോലെ വൈറ്റിൻ്റെ ക്വീൻ ഇപ്പോഴും നൈറ്റിൻ്റെ അറ്റാക്കിലുമാണ്. എന്നാൽ ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻറ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് ഗെയിമിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം സമയമെടുത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്കിലുള്ള ക്വീനെ എങ്ങോട്ടേക്കും മാറ്റുന്നില്ല. പകരം മറ്റൊരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് F4 പോൺ എടുത്തുകൊണ്ട് ഈ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഒരേ സമയം 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഈ മൂവ് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഇതിൽ ഏത് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതാവും ബ്ലാക്കിന് നല്ലത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഈ 2 സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതും ബ്ലാക്കിന് നല്ലതല്ല. ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ ബിഷപ്പ് D6 ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ ഒരു സ്കോറുകളും ഇല്ല. അതോടെ ചെക്ക്മേറ്റ് ആണ്. എന്നാൽ ഈ ബിഷപ്പ് സാക്രിഫൈസാണ് അക്സെപ്റ്റ് ചെയ്താലും ക്വീൻ C5 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇപ്പോഴും കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് വൈറ്റ് ഇവിടെ ഒരേ സമയം 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ 2 സാക്രിഫൈസുകളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ E7 മൂവ് ചെയ്തുകൊണ്ട് D6 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് ബിഷപ്പ് വെച്ച് ചെക്ക്മേറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി കിങ്ങിന് എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ സ്പേസും ഉണ്ട്. ഇപ്പോഴും ഇവിടെ വൈറ്റിൻ്റെ ഈ 2 പീസുകളും അറ്റാക്കിലുമാണ്. എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങും നൈറ്റും ഒരേ ഡയഗണലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബിഷപ്പ് വെച്ച് G5 പോൺ എടുത്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. അങ്ങനെ പിന്നിങ്ങിലായതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് ക്വീൻ വെട്ടാൻ പറ്റില്ല. ഇനി അടുത്ത മൂവിൽ E5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആകാനും സാധ്യതയുണ്ട്. അത് തടയുന്നതിനായിട്ട് ബ്ലാക്ക് അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതിനൊപ്പം E5 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് വളരെ വേഗം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D1 കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ D1 കൊണ്ടുവരുന്നതിന് പകരം ക്വീൻസിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ടും റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം അതങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ബ്ലാക്ക് ഈ അറ്റാക്കുള്ള നൈറ്റിനെ E5 മൂവ് ചെയ്യുന്നു. ഇത് വളരെ മികച്ചൊരു മൂവാണ്. ഇപ്പോൾ നൈറ്റ് അറ്റാക്കിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. അതിനോടൊപ്പം വൈറ്റിൻ്റെ പോൺ മുന്നോട്ട് വന്ന് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നത് തടയാൻ കഴിയുന്നുണ്ട്. പോരാത്തതിന് 2 അറ്റാക്കിന് സാധ്യതകളുണ്ട്. ഒന്നാമത്തത് ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. രണ്ടാമത്തത് ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ബിഷപ്പിനെ G4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെയും ആ റൂക്കിനെയും ഫോർക്ക് ചെയ്യാനും പറ്റും. ഇങ്ങനെ പലവിധമായ ഉദ്ദേശങ്ങളിലൂടെയാണ് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ E5 കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം ക്വീനെ H2 മൂവ് ചെയ്തുകൊണ്ട് 2 ബിഷപ്പുകളെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയഗണൽ ഓപ്പൺ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ ക്വീനെ C7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ ഇട്ടുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഈ നൈറ്റ് ഇപ്പോഴും പിന്നിങ്ങില്ലാതെ കാരണം നൈറ്റ് വെച്ച് റൂക്കിന് ഇട്ടാൻ പറ്റില്ല. അല്ലാതെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ F8 മൂവ് ചെയ്യണം, അല്ലെങ്കിൽ E6 മൂവ് ചെയ്യണം. F8 മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ കിങ് E6 മൂവ് ചെയ്യുകയാണെങ്കിൽ
പിന്നീട് കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല, എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ നൈറ്റിനെ E2 കൊണ്ടുവന്ന ശേഷം F4 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സെഗ്മെൻറ്റിന് ശ്രമിക്കാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ C4 ആ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീൻ ഉപയോഗിച്ച് G5 ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ആ നൈറ്റിനെ ക്വീൻ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ പീസുകളെല്ലാം വളരെ വേഗത്തിൽ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നൈറ്റിന് നേരെ ഉണ്ടായിരുന്ന ഒഴിവായതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ 2 നൈറ്റുകളും ആക്റ്റീവായിട്ടുണ്ട്. ഇനി വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പോരാതെ തന്നെ ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലുമാണ്. എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാണ്. വൈറ്റ് ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ആ ബിഷപ്പിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ക്വീൻ ഉപയോഗിച്ച് G3 കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാനും മറ്റ് പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ വിജയിക്കാനും കഴിയും. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കിക്കൊണ്ട് ഇപ്പോൾ ചെക്കുമാണ്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ ഒരു സ്ക്വയറുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് ക്വീൻ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു ചെക്കോടുകൂടി ബ്ലാക്കിൻ്റെ ബിഷപ്പിന് വേണ്ടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിന് വേണ്ടിയെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ക്വീൻ ഉപയോഗിച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം, അതുമല്ലെങ്കിൽ കിങ്ങിനെ E7 മൂവ് ചെയ്യാം. അങ്ങനെ കിങ്ങിനെ E7 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ D8 ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിനും G8 കൺട്രോൾ ഉള്ളതുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പോലും ബിഷപ്പ് ഉപയോഗിച്ചോ ക്വീൻ ഉപയോഗിച്ചോ ആ ക്വീൻ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അടുത്ത 2 മൂവിൽ ചെക്ക് മേറ്റ് ചെയ്യാൻ കഴിയും. ആദ്യം ക്വീൻ ഉപയോഗിച്ച് F6 നൈറ്റിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഈ ചെക്ക് ഇപ്പോൾ എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും അടുത്ത മൂവിൽ റൂക്ക് D8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ടിവിടെ ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ മൂവ് ചെയ്യാനോ അല്ലാതെ ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ G8 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ആ സ്ക്വയറിലേക്ക് ബിഷപ്പിനും കൺട്രോൾ ഉള്ളതുകൊണ്ട് വൈറ്റിന് ബ്ലോണെങ്കിൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ എടുത്തുകൊണ്ട് വീണ്ടും ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ക്വീൻ വെച്ച് തിരിച്ചിടാൻ പറ്റില്ല. അങ്ങനെ ക്വീൻ വെച്ച് വെട്ടുകയാണെങ്കിൽ നേരത്തെ കൊണ്ടുപോലെ ആദ്യം ക്വീനെ F6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ആ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുക്കുന്നില്ല. പകരം ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. റൂക്കിനെ D8 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ E7 മൂവ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ആ നൈറ്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ E7 മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ G7 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ക്വീനെ ഉപയോഗിച്ച് തന്നെ തുടർച്ചയായിട്ട് ചെക്കുകൾ കൊടുക്കുകയാണ്. അടുത്തതായി ക്വീനെ H6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ C7 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് ഒരു ഫോർക്കൻ ചെക്ക് കൊടുക്കാൻ അവസരം കിട്ടുകയാണ്. വൈറ്റ് ക്വീനെ G6 കൊണ്ടുവന്ന് ഒരു ഫോർക്കൻ ചെക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് തന്നെ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ G3 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നൈറ്റ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ നഷ്ടപ്പെടുത്തി കളിക്കണം, അല്ലെങ്കിൽ കിങ്ങിനെ B6 മൂവ് ചെയ്യണം. ബ്ലാക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. കിങ്ങിനെ B6 മൂവ് ചെയ്യുന്നു. ഇതോടെ അടുത്ത 3 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീടിന്ന് പോസ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ മൂവ് ഇതാണ്. ആദ്യം നൈറ്റിനെ A4 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല. ഈ 2 സ്കോറിലേക്കും ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്, ഇവിടേക്ക് നൈറ്റിനും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ടിപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ A5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേഗത്തിൽ വിജയിക്കുന്നതിനായിട്ട് വൈറ്റ് ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീനെ C3 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട്
നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം കിങ്ങിന് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല, എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഈ സമയത്ത് ക്വീനെ ഏതിലേക്ക് കൊണ്ടെന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റ് ഗെയിം വിജയിക്കുകയായിരുന്നു. ഇപ്പോഴും B5 സ്ക്വയറിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതോടെ ചെക്ക് മേറ്റായി. ഒരുപാട് നല്ല മൂവുകളുള്ള വളരെ മികച്ചൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.